ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പഞ്ചിയുടെ കംപ്ലയിൻസ് ഒക്കെ തീർന്നു. ഇനിയിപ്പോൾ വണ്ടി കൊണ്ട് എങ്ങോട്ടേലൊക്കെ ഒന്ന് ലോങ് പോകാം. ഈ റേഞ്ച് ആങ്സൈറ്റി പോകണമെന്നുണ്ടെങ്കിൽ EV യൂസേഴ്സൊക്കെ എപ്പോഴും ചെയ്യുന്ന കാര്യം ലോങ് പോവുക. അപ്പോൾ ലോങ് പോകുമ്പോൾ കുറേ ഭാഗങ്ങൾ പെടുമ്പോൾ ഇതുകൊണ്ട് എങ്ങോട്ടും പോകാം എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെയാണ് ഈ റേഞ്ച് ആങ്സൈറ്റി എന്നുള്ള സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് പോവുക. എങ്ങോട്ടാണ് അപ്പോൾ ലോങ് പോകുക എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കോട്ടയത്തുള്ള നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് ഓർമ്മ വരുന്നത്. തലേ ദിവസം തന്നെ അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിട്ട് അടുത്ത ദിവസം ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു. എന്തായാലും ഒരു ലോങ് ട്രിപ്പ് തന്നെയാണ് പെരിന്തൽമണ്ണ ടു കോട്ടയം എന്ന് പറയുന്നത്. ഞങ്ങൾ രാവിലെ 6:30ക്കാണ് യാത്ര തിരിച്ചിട്ട് അവിടെ എത്തിപ്പെടുന്നത് വൈകിട്ട് 4:30-5 മണിക്കാണ്. നമ്മുടെ ടാറ്റ പഞ്ച് കൊണ്ട് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള റേഞ്ച് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200+ കിലോമീറ്റേഴ്സ് എന്തായാലും ഈ വണ്ടി ഓടും എന്നുള്ളൊരു പ്രതീക്ഷ കണക്കൂട്ടിയിട്ടാണ് നമ്മൾ എവിടേക്കും ട്രിപ്പ് പ്ലാൻ ചെയ്യാറ്. കമ്പനി പറയുന്നത് 421 കിലോമീറ്ററാണ് LR വേരിയൻറ്റിന്. പക്ഷെ അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 200+ കിലോമീറ്റേഴ്സ് എന്തായാലും ഇതുവരെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓടിയിട്ടുണ്ട്. ഒരു 150 കിലോമീറ്റേഴ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് റേഞ്ച് ആങ്സൈറ്റി, വണ്ടി നിന്ന് പോകുമോ എന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങാറുണ്ട്. കറക്റ്റ് എക്സ്പീരിയൻസ് പറയുകയാണ്. അപ്പോഴേക്കും നമ്മൾ ആ ഏരിയയിൽ അപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക് സ്റ്റേഷൻസ് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് ഇതുവരെ വണ്ടി ഓടിച്ച് പോയിട്ടുള്ളൂ. പല ഫ്രണ്ട്സും പറയാറ് ഈ വണ്ടി ഒരു 20% താഴെ അല്ലെങ്കിൽ 10% താഴെയൊക്കെ എപ്പോഴെങ്കിലും നിങ്ങൾ ഡ്രൈൻ ചെയ്യണം, ലിംബോർഡൊക്കെ ഒന്ന് കാണണം, എന്നാലേ ഈ വണ്ടി എത്രമാത്രം ബാറ്ററി എഫിഷ്യൻ്റ് എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പല ഫ്രണ്ട്സും പറയാറുണ്ട്. പക്ഷെ അതിനൊന്നും ധൈര്യമല്ല അത്രയും ഡ്രൈൻ ചെയ്ത് കൊണ്ടുപോകാൻ. ടാറ്റ കൂടി ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നത്തെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചത് കൊണ്ടും അത്രക്കൊരു വിശ്വാസമില്ല 20% താഴെ പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇതുവരെ അങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. വീട്ടിൽ നിന്ന് 100% ചാർജ് ആക്കിയിട്ട് ഇറങ്ങിയ വണ്ടി കൊച്ചിയിലെത്തിയപ്പോഴേക്കും 136.8 കിലോമീറ്റേഴ്സാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ വണ്ടിയിൽ ചാർജ് ലെഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് 52% ആണ്. അതായത് 48%ഓളം നമ്മൾ ചാർജ് ഡ്രൈൻ ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തിട്ട്. അപ്പോൾ കണക്കൂട്ടുന്ന സമയത്ത് 1% ചാർജിന് നമ്മുടെ വണ്ടി ഓടുന്നത് 2.85 കിലോമീറ്റേഴ്സാണ് എനിക്ക് കിട്ടിയത്. ഇത് 100%ലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 285+ കിലോമീറ്റേഴ്സ് കിട്ടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എക്കോ മോഡിലാണ്. ഇവിടെ എക്കോ മോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒല S1 പ്രോയുടെ എക്കോ മോഡിനോട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അത്യാവശ്യം പവർ ഉണ്ട് ഈ വണ്ടിയിൽ. എക്കോ മോഡിൽ നമുക്ക് 80-90 അബൊക്കെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്ത് പോകാൻ പറ്റും. എന്നാൽ ഇവിടെ എക്കോ മോഡും സിറ്റി മോഡും സ്പോർട്സ് മോഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒന്നുകൂടി ഒരു ഫ്രീ എഫക്റ്റ് നമുക്ക് സിറ്റി മോഡിൽ കിട്ടും. ഒന്നുകൂടിയും ഇനീഷ്യൽ പവറും കാര്യങ്ങളൊക്കെ ഒന്നുകൂടിയും ഫാസ്റ്റ് ആവും എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്പോർട്സ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നിലം വിട്ട് പോകുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് അതിലൊരു പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് റീജന് സെറ്റ് ചെയ്യാൻ പറ്റും. റീജന് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 വരെ നമുക്ക് റീജൻ സെറ്റ് ചെയ്യാൻ പറ്റും. ലെവൽ 3യിൽ റീജൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്തൊരു ബ്രേക്കിംഗ് എഫക്റ്റ് ആയിരിക്കും. നമുക്ക് ബ്രേക്ക് ചവിട്ടേണ്ട ആവശ്യമേ വരില്ല. പക്ഷേ അതിൽ യൂസ് ചെയ്താൽ നമുക്ക് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം പവറിൽ ആക്സിലറേറ്റർ കൊടുക്കേണ്ട ഒരു ഫീലിംഗ് നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ലെവൽ 2ലാണ് ഞാൻ പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് റീജൻ സെറ്റ് ചെയ്ത് ഓടിക്കാറ്. ഇങ്ങനെ ഓടിച്ചിട്ടാണ് എനിക്ക് 285+ കിലോമീറ്റേഴ്സ് കിട്ടിയിട്ടുള്ളത്. സാധാരണ ഒരു പെട്രോൾ ഡീസൽ വണ്ടി കൊണ്ട് എങ്ങനെയൊക്കെ പോകാറുണ്ടോ അങ്ങനെയൊക്കെ ഈ വണ്ടി കൊണ്ട് പോയിട്ടുണ്ട്. എവിടെ ഒരു എനർജി കൺസർവേഷൻ ചെയ്യണം എന്നുള്ളതൊന്നും ചിന്തിച്ച് പോയിട്ടില്ല. കാരണം നമുക്ക് പോകുന്ന വഴികളിലൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ നന്നായിട്ട് തന്നെ ചവിട്ടിയിട്ട് തന്നെ വിട്ടിട്ടുള്ളത്. ഓട്ടോ AC നല്ല കൂളിങ്ങിൽ AC ഒക്കെ ഇട്ടിട്ട് തന്നെ വണ്ടി ഓടിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ഓടിച്ചിട്ടും നമുക്ക് 285+ കിലോമീറ്റേഴ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ നമ്മുടെ മറ്റു ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഇതിൽ എക്കോ മോഡിൽ യൂസ് ചെയ്യാതെ സിറ്റി മോഡിൽ യൂസ് ചെയ്യുക. സിറ്റി മോഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ലെവൽ റീജന് 0ലിട്ട് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ 0ലിട്ട് വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചെയ്യാതെ പാഡൽ ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ലെവൽ 3ലിടുക. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് വണ്ടി ബ്രേക്കിംഗ് എഫക്റ്റ് വരും. പിന്നെ ലെവൽ 0ലോട്ട് ആക്കിയിട്ട് വണ്ടി സിറ്റി മോഡിൽ ഓടിച്ചു പോവുക. അങ്ങനെ ആ പാഡൽ ഷിഫ്റ്റേഴ്സ് മാത്രം യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്യാതെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ റേഞ്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഫ്രണ്ട്സ് പറയുന്നുണ്ട്. ഒരു കോംപ്രമൈസും ചെയ്യാതെ ഒരു പെട്രോൾ ഡീസൽ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന പോലെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും 285+ കിലോമീറ്റേഴ്സ് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേൺസിലൊക്കെ പല ചേഞ്ചുകൾ വരുത്തിയിട്ട് ഇവർ പറയുന്ന പോലെയൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് കമ്പനി പറയുന്ന 400ൻ്റെ അടുത്തേക്ക് റേഞ്ച് കയറി വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഞാൻ എന്തായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് റേഞ്ച് കൂടുതൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കേരളത്തിലുള്ള എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉടമകളും ഉള്ള ഒരു കൂട്ടായ്മയാണ് EV OK എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതിൽ ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 600 റുപ്പീസിൻ്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ് ഉണ്ട്. അത് ഓൺലൈനായിട്ട് അടക്കണം. അപ്പോൾ അത് അവരുടെ വെബ്സൈറ്റിലൂടെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മളെ ചേർക്കുന്നതാണ്. നമ്മളും അതിലൊരു മെമ്പറാണ്. അതിൽ കൂടിയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും എന്തെങ്കിലും നമുക്ക് പ്രോബ്ലംസ് വന്നു അപ്പോൾ ഈ കൂട്ടായ്മയുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് കിട്ടും. ഇനി എന്തെങ്കിലും ചെറിയ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ വാട്സപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്താൽ തീരാവുന്ന കംപ്ലയിൻസേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ അറിവിൻ്റെ കുറവായിരിക്കാം. ഇനി അതല്ലാതെ ഇവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഒട്ടാകെ EVOKയുടെ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ആ ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞ് ചാർജ് ചെയ്യുന്ന സമയത്ത് മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റിന് ചാർജ് കുറവുണ്ട്. മെമ്പേഴ്സ് അല്ലാത്തവരാണെങ്കിൽ യൂണിറ്റ് 18 രൂപ വെച്ചിട്ട് അവർ ചാർജ് ഈടാക്കുന്നുണ്ട്. എറണാകുളം എത്തിയ ഉടനെ തന്നെ EVOKയുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് EVOK ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻസ് അവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് സെർച്ച് ചെയ്തത്. അപ്പോൾ എങ്ങനെ ഇത് ചാർജ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് ഉണ്ട്, ഇവരുടെ ഒരു ആപ്ലിക്കേഷനിൽ വാലറ്റ് ഉണ്ട്. ആ വാലറ്റിൽ നമ്മളൊരു നിശ്ചിത എമൗണ്ട്, എത്ര എമൗണ്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. 100 മുതൽ നമുക്ക് എത്ര വേണമെങ്കിലും റീചാർജ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്തിട്ട് ആ വാലറ്റിലോട്ട് ഞാനൊരു 200 റീചാർജ് ചെയ്തു. എത്ര ചാർജ് കിട്ടും, എത്ര പെർസെൻറ്റേജ് നമുക്ക് ചാർജ് ചെയ്യാം എന്നുള്ള കാൽക്കുലേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഈ 200 കഴിയുന്നവരെ അതിൽ ചാർജ് ആയിക്കോട്ടെ എന്നുള്ള തരത്തിൽ അതിൽ ചാർജിന് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് നമ്മളെ ഊട്ടുപുര റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴേക്കും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴേക്കും 86% ആയിട്ടുണ്ട്. 86%ൽ അത് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന്, അതായത് EVOKയുടെ ചാർജ് മോഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ടാണ് ടൈപ്പ്. അപ്പോൾ ആ ചാർജ് മോഡിൻ്റെ കസ്റ്റമർ കെയറിൽ നിന്ന് നമുക്ക് വിളിച്ചിരുന്നു റെപ്രസെൻറ്റേറ്റീവ്. എന്നിട്ട് പറഞ്ഞു നിങ്ങളെ ചാർജിങ്ങിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് അതൊന്ന് ഡിസ്കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് കോൾ വരിക ചെയ്തത്. നല്ല സപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്തു. യൂണിറ്റ് ചാർജ് നമുക്ക് മെമ്പർ ആയതുകൊണ്ട് 14.86 വന്നിട്ടുള്ളത്. അത് മെമ്പർ അല്ലെങ്കിൽ 18 യൂണിറ്റ് ചാർജ് വരുന്നത്. കിലോ വാട്ട് യൂസ് ചെയ്തിട്ടുള്ളത് 12.270. അങ്ങനെ ടോട്ടൽ കണക്ക് കൂട്ടി വരുന്ന സമയത്ത് 182.43 നമുക്ക് നമ്മുടെ വാലറ്റിൽ നിന്നും പിടിച്ചതായിട്ട് കാണാനുള്ളത്. ഇനി ബാക്കിയുള്ള ബാലൻസ് അതിൽ മിനിമം ബാലൻസ് ആയിട്ട് കടക്കേണ്ടതാണ്, അതുകൊണ്ട് അത് ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വണ്ടിയിൽ പെർസെൻറ്റേജ് കയറിയിട്ടുള്ളതാണെങ്കിൽ 34% നമുക്ക് കിട്ടിയിട്ടുള്ളത്. പെട്രോൾ വണ്ടികൾക്കൊക്കെ കിലോമീറ്ററിന് 8-10 രൂപയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇലക്ട്രിക് വണ്ടികളിൽ പുറത്തുള്ള ഇതുപോലുള്ള നിരക്കിൽ ചാർജ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ 2 രൂപ എന്നുള്ള നിരക്കിലാണ് ഇവിടെ ചാർജ് വരുന്നത്. EVOKയുടെ ഈ ചാർജിങ് സ്റ്റേഷൻ്റെ അപ്ലിക്കേഷൻസ് വളരെ പെർഫെക്റ്റ് ആണ്. അതായത് അവൈലബിൾ ആണോ ചാർജർ, അതോ അവൈലബിൾ അല്ലേ ചാർജർ എന്നുള്ളതൊക്കെ പെർഫെക്റ്റായിട്ട് അറിയാൻ പറ്റും. അതിന് പുറമെ അവിടെ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജിങ്ങിൽ നിൽക്കുന്ന വണ്ടി എത്ര പെർസെൻറ്റേജ് ചാർജ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അത് അവർ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും അവർക്ക് നോക്കാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അവർ റൂട്ടിൽ വരുന്ന സമയത്ത് ഇന്ന ഭാഗത്ത് ചാർജർ ഉണ്ട്, ആ ചാർജർ വർക്കിംഗ് ആണ്. ആ ചാർജർ വർക്കിംഗ് ആണെങ്കിൽ അവിടെ വണ്ടി എൻഗേജ് ആണെന്നുണ്ടെങ്കിൽ ആ വണ്ടി എത്ര ശതമാനം ചാർജ് ആയിട്ടുണ്ട് നമ്മളവിടേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം അവർക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആ ചാർജർ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ ഇതേ നിരക്കിൽ തന്നെയാണ് നമ്മുടെ KSEBയുടെ ചാർജിങ് സ്റ്റേഷൻസ്. അത് നമുക്ക് KSEBയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, KE മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ KE മാപ്പിൻ്റെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ചാർജ് മോഡിൻ്റെ ആപ്ലിക്കേഷനോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ KSEBയുടെ ചാർജിങ് സ്റ്റേഷനിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. കോട്ടയത്ത് നമ്മൾ തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് EVOKയുടെ ചാർജർ കുറച്ച് ദൂരത്തായതുകൊണ്ട് തന്നെ KSEBയുടെ ചാർജിങ് സ്റ്റേഷനാണ് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അവിടുന്ന് പുതിയ പാക്കേജൊക്കെ എടുത്തിട്ട് KSEBയുടെ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ചാർജ് ചെയ്തു. ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം പറയാം, KSEBയുടെ മെഷീൻസിൻ്റെ ഡിസ്പ്ലേ ഒന്നും വർക്ക് ചെയ്യുന്ന പോലുമില്ല. അവർ പ്രോപ്പർ മെയിൻറ്റെയിൻഡ് അല്ല ഇപ്പോഴും. അന്ന് വെച്ച് പോയിട്ട് ഇതുവരെയും ആ മെഷീൻസ് ചിലതൊക്കെ മെയിൻ്റെനൻസിലായിട്ടുണ്ട്, ചിലതൊക്കെ എന്തോ ഭാഗ്യത്തിന് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ എന്തോ ഒരു ഭാഗ്യത്തിന് വർക്ക് ചെയ്യുന്നൊരു മെഷീനാണ് കിട്ടിയത്. ഇവരുടെ ആപ്ലിക്കേഷനിൽ തന്നെ പലപ്പോഴും ഇതൊന്നും പ്രോപ്പറായി കാണിക്കുന്നത് പോലുമില്ല KSEBയുടെ ഭാഗത്ത് നിന്ന്. നമ്മൾ റീചാർജ് ചെയ്തിട്ടുള്ള ആ പാക്കേജിൽ കുറച്ച് ബാക്കിയുള്ളത് ഞാൻ എറണാകുളം ഭാഗത്തു നിന്നാണ് KSEBയുടെ ചാർജിങ് സ്റ്റേഷൻസ് തപ്പിയെടുത്ത് ചാർജ് ചെയ്തത്. എറണാകുളം സിറ്റിയിൽ KSEBയുടെ ഒരുപാട് ഇലക്ട്രിക് സ്റ്റേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതൊക്കെ അവരുടെ ചാർജിങ് ആപ്ലിക്കേഷനിൽ തന്നെ കയറി നോക്കുന്ന സമയത്ത് പലതും മെയിൻ്റെനൻസിലാണ്. നമ്മൾ അവിടെ എത്തിപ്പെട്ട് നോക്കുന്ന സമയത്തൊക്കെ മെയിൻ്റെനൻസിൽ കിടക്കുന്നത് കാണാം. ഒന്നും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതൊക്കെ ഇവർക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൂടെ, അവരുടെ വരുമാനമല്ലേ. ഇനി ചില ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ള വെഹിക്കിൾസ് അവിടെ ചാർജ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ചാർജ് ചെയ്യുന്ന വെഹിക്കിൾ എത്ര ചാർജ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷനിൽ കയറി നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കാണിച്ചു തരും എത്ര ചാർജ് ആയിട്ടുണ്ടെന്ന്. ചില സമയങ്ങളിലൊന്നും ചാർജ് എത്ര ശതമാനം ആയിട്ടുണ്ട് എന്നുള്ളതൊന്നും പ്രോപ്പറായിട്ട് കാണിച്ചു തരുന്നില്ല അവരുടെ ആപ്ലിക്കേഷനൊന്നും പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ് അർത്ഥം. എന്നാൽ EVOKയുടെ പോലെ ഇങ്ങനെയുള്ള പ്രൈവറ്റ് കമ്പനികളുടെയൊക്കെ ചാർജിങ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് എത്ര ശതമാനം ചാർജ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കിക്കഴിഞ്ഞാലും കിട്ടുന്നുണ്ട്. KSEBയുടെ ചാർജിങ് സ്റ്റേഷൻ്റെ മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്ന് കഴിയുന്ന സമയത്ത് ഒരുപാട് ചാർജിങ് പോയിന്റുകൾ കാണാം. പക്ഷേ ആകെ 2 എണ്ണമാണ് പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. അതും പലതും വർക്കിംഗ് അല്ല. അവിടെ ഒരു 3 ഗണ്ണ് ഫ്രീ ആയിട്ട് നിൽക്കുന്നത് കാണാം. അതൊന്നും ആരും ഇതുവരെ എടുത്ത് യൂസ് ചെയ്തിട്ടുമില്ല, ഇനി യൂസ് ചെയ്യാൻ പോകുന്നുമില്ല. അങ്ങനത്തെ പോർട്ടുള്ള ഇലക്ട്രിക് വണ്ടികളൊന്നും ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് എന്തോ ഓഫീസേഴ്സിന് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള പോയിന്റുകളാണ്.
നമ്മൾ 474 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ കൊണ്ട് കേരളത്തിലൊക്കെ എവിടെ വേണമെങ്കിലും പോകാം. എല്ലാ ഭാഗത്തും ഇലക്ട്രിക് സ്റ്റേഷൻസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ലൈക്ക് അടിക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസിൽ മുഹമ്മദ്.